പ്രദക്ഷണീകൃത്യ തത പ്രണമ്യ കോദണ്ഡമാദായ സവ്യസാരി ഉദാഞ്ചയൽ പഞ്ചശവാരമേനം ആരോപയാമാ ബലി സലീലം. അങ്ങനെ ബ്രാഹ്മണന്മാര് അതിൻ്റെ ശേഷം, ഏതിൻ്റെ ശേഷാണ്? ഏതിൻ്റെ ശേഷാണെന്ന് പറഞ്ഞോളൂ. ഏതിൻ്റെ ശേഷാണ്? അതിൻ്റെ ശേഷം ഏതോ എന്തൊക്കെയോ പറയാണ് ഈ കുട്ടി ഇവിടെ നിന്നിട്ട്. ഇതിനെപ്പറ്റി തീരെ നിശ്ചയില്ലാത്ത ആൾക്കാരാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടോ കാര്യം? ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അല്പം ആൾതാമസം ഉണ്ടാവണം. എവിടെ? ഇവിടെ. അപ്പോൾ ഏതായാലും അതിൻ്റെ ശേഷം ആ സുന്ദര ബ്രാഹ്മണൻ വില്ലിനെ പ്രദക്ഷിണം ചെയ്യുകയാണ്. വില്ലിനെ പ്രദക്ഷിണം ചെയ്യുക അങ്ങനെയുണ്ടോ? സാധാരണ ക്ഷേത്രങ്ങളിൽ പോയി ഭഗവാന്മാരെ പ്രദക്ഷിണം ചെയ്യുക അങ്ങനെയൊക്കെ ഒരു പതിവുണ്ട്. ഇതിപ്പോൾ വില്ലിനെ അത്ര പ്രദക്ഷിണം ചെയ്യുക, അതെന്താണാവോ അങ്ങനെ? എന്നാ പിന്നെ ആയിക്കോട്ടെ, നടക്കട്ടെ. വില്ലിനെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തു. അതിനുശേഷമോ തഥാ പ്രണമ്യ, അതിനുശേഷം ആ വില്ലിനെ നമസ്കരിക്കേ. വില്ലിനെ നമസ്കരിക്കേ. അങ്ങനെ ഒരു പതിവുണ്ട് കേട്ടോ. അതായത് കേമന്മാരായിട്ടുള്ള ആളുകൾ ആ വില്ലിനെയൊക്കെ നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്ത് അതിനോടുള്ള ആ ബഹുമാന സൂചകമായിട്ട് അതിന് വില്ലു കൊലയ്ക്കാനൊക്കെ പുറപ്പെടുകയുള്ളൂ. ഇവിടെ സ്വന്തമായിട്ട് വീട്ടിൽ അച്ഛനമ്മമാരെയോ ഗുരുക്കന്മാരെയോ വന്നിക്കാത്ത ആളുകളോട് ഈ വില്ലിനെ പ്രദക്ഷിണം ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നറിയാം. എന്തായാലും ശരി, അതിനെ അങ്ങനെ നമസ്കരിച്ചു. ഈ ബ്രാഹ്മണന്മാർ നമസ്കരിക്കുമ്പോൾ ഒരു പതിവുണ്ട്, മന്ത്രോച്ചാരണം വേണത്രേ. ഇങ്ങനെ വെറുതെ നമസ്കരിച്ച് അങ്ങനെ പതിവില്ല. അപ്പൊ മന്ത്രം വേണം. ഇപ്പൊ എന്താ ഇപ്പൊ മന്ത്രം ചൊല്ലുക വില്ലിനെ നമസ്കരിക്കാനായിട്ട്? ബ്രാഹ്മണൻ, ഞാനൊരു മന്ത്രം ഉണ്ടാക്കാം. മന്ത്രം ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന ഒരാളാണെന്ന് കണ്ടാൽ പറയില്ല കേട്ടോ. എന്നാ ആയിക്കോട്ടെ, നടക്കട്ടെ. എന്താ ഇപ്പൊ മന്ത്രം ചൊല്ലുക? ഒരു മന്ത്രം കിട്ടി. മന്ത്രം കിട്ടിയോ? എന്നാ ആയിക്കോട്ടെ, ഒന്ന് ചൊല്ലു. ജരാസന്ധന്റെ പല്ലു കളഞ്ഞ വില്ലായ നമ. എന്താ? ഒന്നുകൂടെ പറയൂ. ജരാസന്ധന്റെ പല്ലു കളഞ്ഞ വില്ലായ നമ. ഇത്